എൻ്റെ പ്രഗ്നൻസിയിൽ തുടക്കം മുതൽ ഇതേ ഇപ്പം 5 മാസമായി കേട്ടോ. ഈ 5 മാസം വരെ ഞാൻ ഒട്ടും കഴിക്കാത്ത സാധനമായിരുന്നു മധുരം. ഇപ്പം മധുരത്തിനോട് കുറച്ച് കൊതിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കഴിച്ചിട്ടും വലിയ കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ ഈ 5 മാസത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഡയറി മിൽക്ക് കഴിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നത് കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് അവളെ കൊണ്ട് തന്നെ ഞാൻ സാധനം അൺബോക്സ് ചെയ്ത്. ഇത് കുറച്ച് മോതിരമാണ് കേട്ടോ. മൊത്തത്തിൽ 8 എണ്ണം ഉണ്ട്. പെട്ടെന്ന് കളർ പോകണമൊന്നും ഇല്ല കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് നല്ല നല്ല മോഡൽസ് ആണ്. ഓരോന്നും കാണാൻ വേണ്ടിയിട്ട് ലിങ്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്തേക്കാം. എന്തോ 150 രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ കുറച്ച് കോണ്ടോപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ അതിരുന്ന് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവൾ ആരാന്ന് പറയാൻ മറന്നുപോയി കേട്ടോ. എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഗ്യാങ് ഒന്നും ഇല്ല. എനിക്ക് വേണ്ടപ്പെട്ട 2-3 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഇവൾ. ഒരു സമാധാനം എന്നൊക്കെ പറയാം. എന്ത് കാര്യവും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ. ഞങ്ങളുടെ മനസ്സ് തമ്മിൽ അത്രയും പൊരുത്തവും സ്നേഹം ഉള്ളതുകൊണ്ടായിരിക്കും ഒരേ സമയത്ത് ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ ഒരുമിച്ച് പ്രഗ്നൻ്റ് ആയത്. ഞങ്ങളറിയാവുന്ന ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് കേട്ടോ, ഇതൊരു പ്ലാൻഡ് പ്രഗ്നൻസി ആണെന്ന്. ഒരിക്കലും അല്ല. ഞങ്ങൾ രണ്ടുപേരും മനസ്സിൽ പോലും വിചാരിക്കാതെയാണ് ഒരേപോലെ പ്രഗ്നൻ്റ് ആയത്. അവളുടെ 2ാമത്തെ പ്രഗ്നൻസിയാണ് കേട്ടോ. അപ്പം എനിക്ക് 5 മാസവും അവൾക്ക് ഇപ്പോൾ 6 മാസമായിട്ടുണ്ട്. മാഷാ അല്ലാ. എല്ലാ ടെൻഷനും മറന്ന് ഹാപ്പി ആയിട്ടാണ് അവളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ചിരുന്നത്. അങ്ങനെ അവൾ പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും മൂത്തുമായും മോളും അവളുടെ കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഇവിടെ ഓരോ ദിവസം ഇതേപോലെ 2-3 ഗസ്റ്റ് കാണും കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഇതേപോലെ സാധനമൊക്കെ മേടിച്ച് കാണാൻ വരും. അതൊരു ചടങ്ങാണ്.